ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ഇഷ്യൂ മറ്റേ ചൂണ്ടിക്കാട്ടിയതും അത് ഉന്നയിക്കുന്നതും BJPയോ RSSോ ആളുകൾ മാത്രമല്ല, സാമാന്യം അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അതെന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത്. വർഗീയത പറയുന്നുണ്ട് പ്രശ്നം, അതായത് വർഗീയത ഈ ഒരു പാർട്ടിക്ക് വർഗീയത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ അത് പറയുന്ന സമയത്ത് അതിനകത്ത് എന്തൊരു സത്യസന്ധത പുലർത്തണം എന്നുള്ളതാണ്, നീതി പുലർത്തണം. ഓക്കെ, അത് പ്രത്യേകിച്ച് ഒരു പാർട്ടി, ഇപ്പം ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ വെച്ചിട്ടാകുമ്പോഴത്തേക്കും അവർ ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ അത് നമുക്ക് ആ സിനിമ കാണാൻ മനസ്സിലാകും ഇവർ ഉദ്ദേശിക്കുന്നത് അതാണ്. ഏതൊരു ഇൻസിഡൻറ്റിനെയാണ് ആ ട്രെയിൻ കത്തുന്ന കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കാണിക്കുന്നത് അതിനുശേഷം നടക്കുന്ന സംഭവമാണ് ഇതെന്നുള്ളത്. എന്നാൽ അത് എങ്ങനെ കത്തി, ആര് കത്തിച്ചു, മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസും കാരണം അതൊന്നും ഇതിനകത്ത് പറയുന്നതോ പിടിക്കുന്നൊന്നുമില്ല, എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പറയുന്നില്ല. അപ്പം ഇത് കാണുന്ന ആളുകൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? അപ്പം ഇത് വേറെ രീതി നമുക്ക് വേണമെങ്കിൽ പറയാം, ഇല്ലേ? ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഇത് എന്നാൽ സിനിമയായിട്ട് എടുത്താൽ പോരെ, പിന്നെന്തിനാണ് ഇങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ നാളെ വന്നിട്ട് ഇപ്പം നമ്മുടെ അച്ഛനെ വിളിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ടി വരില്ലേ? തമാശയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഇറിറ്റേഷൻ തോന്നും, അല്ലേ? നമ്മളത് തിരിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഇവിടെ.